പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മുഴുകൽ സ്നാനം, വെള്ളത്തിൽ സ്നാനപ്പെടുന്ന. അത് ആര് സ്നാനപ്പെടണം എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ഭാഗികമായി ചിന്തിച്ചു. ബാക്കി ഇന്ന് അതിനെക്കുറിച്ച് വിശദമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. അതായത് മാനസാന്തരപ്പെട്ടവർക്ക് സ്നാനം, മാനസാന്തരപ്പെട്ടവർക്ക്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് അപ്പോസ്തല പ്രവൃത്തി 2:38 വായിക്കുന്നു. മാനസാന്തരം എന്നത് മനസ്സിലുണ്ടാകുന്ന വ്യതിയാനമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ തെറ്റുകളെയും പാപങ്ങളെയും കുറിച്ച് ബോധ്യം വന്ന് പരപ്രേരണ കൂടാതെ പ്രായശ്ചിത്ത പശ്ചാത്തപിച്ച് അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്നതാണ് മാനസാന്തരം കൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നത് ദൈവകൽപ്പനയാണ്. അപ്പോസ്തല പ്രവൃത്തി 17:30 നാം വായിക്കുന്നു. ആഴമായ പാപബോധം, സങ്കീർത്തനം 51:3-4 വാക്യം. ഏറ്റുപറച്ചിൽ, സങ്കീർത്തനം 38:18. പാപം ഉപേക്ഷിക്കുക, സദൃശവാക്യം 28:13. ഹൃദയം ഒരുക്കപ്പെടുക, സങ്കീർത്തനം 51:9-10 വാക്യം എന്നിവ വായിച്ച് നാം മനസ്സിലാക്കുക. മാനസാന്തര അനുഭവം ഉണ്ടാകുന്നവരോടാണ്, അവരെയാണ് സ്നാനപ്പെടുത്തുവാൻ ദൈവവചനം ഉപദേശിക്കുന്നത്. അതിൽ മൂന്നാമത്തെ വിഷയമായി ദൈവവചനം ഉൾക്കൊണ്ടവർക്ക് സ്നാനം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 2:41 നാം വായിക്കുന്നു. ദൈവവചനം വേണ്ടും പോലെ ഗ്രഹിച്ച് അവയ്ക്ക് അനുസൃതമായ ജീവിതം ക്രമീകരിച്ച് ദൈവിക കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുവാൻ സമർപ്പിച്ചുകൊണ്ടാണ് സ്നാനം ഏൽക്കേണ്ടത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. യോഹന്നാന്റെ സുവിശേഷം 14:15 നാം വായിക്കുന്നു. ദൈവവചനത്തെയും ഉപദേശത്തെയും നിഷേധിച്ച് കർമ്മപരമായി സ്നാനം ഏൽക്കുന്നവർ ദൈവിക വ്യവസ്ഥകളോട് മറുതലിക്കുകയാണ് ചെയ്യുന്നത്. ദൈവവചനം ഉൾക്കൊള്ളുന്നത് വഴി നാം അവന് പ്രസാദമായതാണ് ചെയ്യുന്നത്. അതിനാൽ ദൈവം നൽകിയ കൽപ്പനകൾ നാം ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും അവയെ അനുഷ്ഠിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. ഏഴാമത്തെ ഭാഗമായി സ്നാനം എന്ന വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, സ്നാനം എന്തിന്? സ്നാനം എന്തിന്? 1. യേശുവിനോട് ചേരുവാൻ. ഗലാത്യ ലേഖനം 3:27 വാക്യം. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് മോശയോട് ചേർന്നതുപോലെ പുതിയ നിയമവിശ്വാസികളായ നാം സഭയുടെ ശിരസും നമ്മുടെ ഏക മധ്യസ്ഥനുമായ യേശു ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനമേൽക്കുന്നത്. ശിരസ് ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ശരീരമാകുന്ന സഭ തലയാകുന്ന ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്നാനമേൽക്കുന്ന വ്യക്തി ശിരസായ ക്രിസ്തുവിനോടും ചേരുമ്പോൾ തന്നെ സഭയാകുന്ന ശരീരവുമായും ചേരുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2:41-42-47 വാക്യം വായിക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാകാം. ക്രിസ്തുവുമായി ഒരു വിശ്വാസി ചേരുന്നുവെന്ന് പരസ്യമായി വെളിപ്പെടുത്തുന്നത് അവൻ സ്നാനമേൽക്കുന്നതിലൂടെയാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം അനിവാര്യമാണ്. ഹല്ലേലൂയ. അതിലെ രണ്ടാമതായി ചിന്തിക്കേണ്ടത് ക്രിസ്തുവിനെ ധരിക്കുവാൻ. ഗലാത്യ ലേഖനം 3:27. ക്രിസ്തുവിനെ ധരിക്കുവാൻ. രക്ഷിക്കപ്പെട്ട ഒരുവൻ ക്രിസ്തുവിൽ അർപ്പിച്ചിരിക്കുന്ന സംശുദ്ധമായ വിശ്വാസത്തിന്റെ പരസ്യമായ സാക്ഷ്യമായി സ്നാനമേൽക്കുമ്പോൾ അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് ജീവിക്കുന്ന ഒരു പുതിയ അനുഭവമാണ് പ്രാപിക്കുന്നത്. ജഡത്തിന്റെ ഇച്ഛയും പാപമാകുന്ന പഴയ പ്രവൃത്തികളായ വസ്ത്രത്തെ നീക്കി യേശു ക്രിസ്തു എന്ന പുതുവസ്ത്രം സ്നാനത്താൽ ഒരു വിശ്വാസി ധരിക്കുന്നു. ക്രിസ്തുവിനെ ധരിക്കുക എന്നത് ഒരു ദിവ്യാനുഭവമാണ്. ഹല്ലേലൂയ. അതിൽ മൂന്നാമതായി ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? റോമാലേഖനം 6:3 വാക്യം. മാനവജാതിയുടെ പാപപരിഹാരത്തിനായി ക്രൂശിൽ പ്രായശ്ചിത്ത
ബലിയായി തീർന്ന ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകണം. ആ പങ്കാളിത്തം വെളിപ്പെടുത്തുവാനുള്ള ദിവ്യ സന്ദർഭമാണ് സ്നാനത്താൽ കൈവരുന്നത്. സ്നാനജലത്തിലേക്ക് ഇറങ്ങുമ്പോൾ പാപസംബന്ധമായി താൻ മരിച്ചു എന്നുകൂടിയുള്ള പരസ്യ പ്രസ്താവനയാണ് നിറവേറ്റപ്പെടുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൽ നാലാമത്തതായി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെടുവാനും ഉയർത്തെഴുന്നേൽക്കുവാനും. ആമേൻ, സ്തോത്രം. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. റോമാലേഖനം 6:4-5 വാക്യം. സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. കൊലോസ്യലേഖനം 2:12. ആമേൻ, സ്തോത്രം. ക്രിസ്തുവിനോട് കൂടെ മരിച്ച ഒരു വ്യക്തി അവനോടുകൂടെ അടക്കപ്പെടുന്നതാണ്. മരിച്ച ഏതൊരുവനെയും അടക്കം ചെയ്യുക എന്നത് ലോക നിയമമാണ്. അങ്ങനെയെങ്കിൽ പാപസംബന്ധമായി മരിച്ച വീണ്ടും ജനനം പ്രാപിച്ച ദൈവപൈതലിന് വെള്ളമാകുന്ന കല്ലറയിൽ സ്നാനമെന്ന അടക്കം നിർവഹിക്കപ്പെട്ടേ തീരൂ. ജനത്തിലേക്ക് നിമജ്ജിക്കപ്പെടുമ്പോൾ യേശുവിനോട് കൂടെ അടക്കപ്പെട്ടു എന്ന് ആത്മീയ സത്യം ഇവിടെ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിനോട് ഒന്നിച്ച് മരിച്ച് അടക്കപ്പെട്ട വ്യക്തി അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും വേണം. ആമേൻ. അങ്ങനെ നാം സ്നാനപ്പെടുമ്പോൾ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലും പങ്കാളികളായി തീരുകയാണ്. പാതാള വൈരിയെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ പങ്കാളികളായി തീർന്ന ദൈവവൈതൽ ദൈവശക്തിയുടെ വ്യാപാരത്താൽ ഒരു പുതുജീവനായിട്ടാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. സ്നാന ജലാശയത്തിൽ നിന്നും പൊങ്ങുമ്പോൾ ഈ വസ്തുത എത്ര വ്യക്തമാക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. 8-ാമതായി നമുക്ക് മനസ്സിലാക്കുവാൻ സ്നാനം എപ്പോൾ? മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് സ്നാനമേൽക്കേണ്ടത്. ആയതിനാൽ വിശ്വസിച്ചതിന് ശേഷമാണ് സ്നാനമെന്ന് സ്പഷ്ടമാണ്. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിച്ച് ഷണ്ണനെ ഫിലിപ്പോസ് ഉടനെ തന്നെ സ്നാനപ്പെടുത്തി. അപ്പോസ്തലപ്രവൃത്തി 8:37-38 വാക്യം വായിക്കുമ്പോൾ അത് വ്യക്തമാകുന്നു. ദൈവവചനം വിശ്വസിക്കുന്നത് എവിടെ വെച്ചായാലും അവിടെ വെച്ച തന്നെ സൗകര്യമുണ്ടെങ്കിൽ സ്നാനപ്പെടുത്താവുന്നതാണ്. ഫിലിപ്പോസ് ഷണ്ണനോട് പറഞ്ഞത്, ആമേൻ, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം. അപ്പോസ്തലപ്രവൃത്തി 8:37 അത് നാം വായിക്കുന്നു. ഇതിന് വ്യക്തമായ തെളിവ് തരുന്നു. ഹല്ലേലൂയ. പൗലോസിന്റെ പ്രസംഗം കേട്ട കാരാഗൃഹ പ്രമാണിയും കുടുംബവും രാത്രിയിൽ ആ നാഴിയിൽ തന്നെ സ്നാനമേറ്റു. അപ്പോസ്തലപ്രവൃത്തി 16:32-33 വാക്യം. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ പത്രോസിന്റെ പ്രസംഗം കേട്ട 3000 പേർ അന്ന് തന്നെ സ്നാനപ്പെട്ടു. അപ്പോസ്തലപ്രവൃത്തി 2:41 പൗലോസ് ആമേൻ ഉടനെ സ്നാനമേറ്റു. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 9:18 അത് നാം വായിക്കുന്നു. യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിക്കണം എന്ന് കേട്ടാറെ സ്നാനമേറ്റു. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 19:4-5 വാക്യം. ഇനി താമസിക്കുന്ന എന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാവങ്ങളെ കഴുകിക്കളക. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 22:16 അത് നാം വായിക്കുന്നു. ഇത്യാദി വാക്യഭാഗങ്ങളെല്ലാം തന്നെ സ്നാനം ഏൽക്കുവാൻ ഇച്ഛിച്ച് വന്നാൽ അധികം താമസിയാതെ സ്നാനപ്പെടുത്തണമെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഉടനെ, ആമേൻ, അന്ന് തന്നെ, ആമേൻ, കേട്ടപ്പോൾ, ആമേൻ. ഈ പദങ്ങൾ എല്ലാം വേഗത്തിൽ ചെയ്യേണ്ട പ്രവൃത്തിയെ കുറിക്കുന്നതാകയാൽ സ്നാനം വിശ്വസിക്കുന്ന ഒരുവന് വേഗത്തിൽ നൽകണമെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഒരു വ്യക്തി സ്നാനപ്പെടുവാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ ഉടനെ സ്നാനപ്പെടുത്താതെ
ദിവസങ്ങൾ നീട്ടിവെച്ച് സൂക്ഷ്മ നിരീക്ഷണം നടത്തിയതിന് ശേഷമാണ് ചിലർ ആ വ്യക്തിയെ സ്നാനപ്പെടുത്തുക. ഇത് വചനാടിസ്ഥാനത്തിൽ ശരിയല്ല. ക്രിസ്തുയേശുവിനെ സ്വന്തം രക്ഷിതാവായി വിശ്വസിച്ചു വരുന്നവരെ നിരുത്സാഹപ്പെടുത്തി മാറ്റി നിർത്തുവാൻ വചനഭാഗങ്ങളിൽ പറഞ്ഞിട്ടില്ല. സ്നാനം ആഗ്രഹിച്ചൊരുവൻ വന്നാൽ 2 ആഴ്ച കഴിയട്ടെ, അല്ലെങ്കിൽ 1 മാസം കൂടി കഴിഞ്ഞിട്ട് മതി എന്നിങ്ങനെ പറയുന്നത് ആ വ്യക്തിയെ നിരുത്സാഹപ്പെടുത്തുന്നതിന് പ്രവണതയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇനി 9ാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നാനം എങ്ങനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാമോദീസ പരസ്യമായി ജലാശയത്തിൽ വെച്ച് മുക്കി നൽകപ്പെടണമെന്ന് ഹൂദായ കാനൂൻ 2-ാം അധ്യായം 19 മുതൽ 26 വരെയുള്ള പേജുകളിൽ പറയുന്നു. ബഹുമാന്യനായ മാണിക്കത്തനാരാൽ തർജ്ജിമ ചെയ്തിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ മാമോദീസ സ്വീകരിച്ച ഉടനെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി. ആമേൻ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് സ്നാനം ജലത്തിൽ മുങ്ങിയാണ് എന്ന് സാക്ഷീകരിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാനും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരും അനുദപിച്ചു വന്നവരെ വെള്ളത്തിൽ ഇറക്കി മുക്കുകയായിരുന്നു ചെയ്തത്. കിഴക്കൻ സഭകളുടെ പഠിപ്പിക്കൽ മുക്കി സ്നാനമാണ്, അല്ലെങ്കിൽ എ സ്റ്റഡി ഫോർ ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ്, പേജ് 52. ശിശുക്കളെ തളിച്ച് സ്നാനപ്പെടുത്തുന്നവർ പോലും ആദിയിൽ മുക്കി സ്നാനപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ദൈവവചനം പരിശോധിച്ചാൽ അതിന് വിപരീതമായി നിഗമനത്തിലെത്തുവാൻ കഴിയുകയില്ല. സ്നാപകനും സ്നാനാർത്ഥിയും വെള്ളത്തിലിറങ്ങി വെള്ളത്തിൽ നിന്നും കയറി എന്ന പദങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളതും തളിച്ച് സ്നാനം അല്ലെങ്കിൽ ശിശു സ്നാനത്തിന് എതിരായ തെളിവുകളാണ് ഇവയെല്ലാം. ആമേൻ, സ്തോത്രം. സ്നാനം സമസംഹാരത്തിന്റെ സാദൃശ്യമായിട്ടാണ് പുതിയ നിയമ ലേഖനങ്ങളിൽ ചിത്രീകരിക്കുന്നത്. റോമാലേഖനം 6:4, കൊലോസ്യലേഖനം 2:10. ആമേൻ. ശവസംസ്കാരം സാധാരണയായി മണ്ണ് വിതറി നടത്താറില്ലല്ലോ. 3-4 അടി താഴ്ചയിൽ ശവശരീരം മണ്ണിൽ മൂടുകയാണ് ചെയ്യുന്നത്. ഇതിനോട് സദൃശമായ സ്നാനവും അതുപോലെയാണ്. സ്നാനാർത്ഥി മുഴുവനായും വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത് അടക്കശേഷം കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷയിൽ ലഭിക്കുന്ന പുനരുത്ഥാനത്തിന്റെ പുനരുത്ഥാനത്തിന് നിഴലുമാണ്. ദൈവത്തിന് സ്നാനം വെള്ളത്തിൽ മുങ്ങിയുള്ള ഒരു അനുഷ്ഠാനമാണ്. തിരുവെഴുത്തുകളിൽ സ്നാനത്തെ കുറിക്കുന്ന ഭാഗങ്ങൾ ഈ വിഷയത്തിലേക്ക് വ്യക്തമായ വെളിച്ചം വീശുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അതായത് അതിൽ 1, വഴിപോകയിൽ അവർ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തി എന്ന് അപ്പോസ്തല പ്രവൃത്തി 8:36 നാം വായിക്കുന്നു. 2ാമത് അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 3:23 നാം വായിക്കുന്നു. 3ാമതായി ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തി 8:38 വായിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. 4ാമതായി യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഹല്ലേലൂയ, ആമേൻ. 5ാമതായി യെരുശലേമ്യരും യഹൂദ്യ ദേശക്കാരും യോർദാന്റെ ഇരുകരയിലുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്ന് ജോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവർ വെള്ളത്തിൽ നിന്ന് 6ാമതായി അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 8:39 അത് നാം വായിക്കുന്നു. വില കൂടിയ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കിയ മൂറോൻ തൈലം പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായി ഉപയോഗിച്ച് ശുദ്ധീകരിച്ച ജലത്തിലാണ് എപ്പിസ്കോപ്പൽ സഭകൾ ശിശുക്കളെ സ്നാനപ്പെടുത്താറുള്ളത്. അങ്ങനെ വേണമെന്നവർ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. മേലുദ്ധരിച്ച വാക്യങ്ങളിലെങ്ങും ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ സ്നാനത്തിന് മുമ്പോ സ്നാനത്തിന് ശേഷമോ ചെയ്തതായി കാണുന്നില്ല. യേശു സ്നാനമേറ്റത് ജോർദാന്റെ നദിയിലായിരുന്നുവെന്നും വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തിയെന്ന്
വചനത്തിൽ കാണുന്നതിനാൽ ഏത് ജലവും സ്നാനത്തിന് ഉപയോഗിക്കാം എന്ന് വ്യക്തമാകുന്നു. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ എൻ്റെ ഈ പ്രബോധനം അല്ലെങ്കിൽ സ്നാനത്തെക്കുറിച്ചുള്ള വിഷയം ഞാൻ ഇന്ന് ഇവിടെ നിർത്തുന്നു. നാളെ സ്തോത്രം തീർച്ചയായിട്ടും സ്നാപകനും സ്നാനാർത്ഥിയും ഇതിനെക്കുറിച്ചുള്ള വിശദമായ മറ്റു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ, സ്നാനം എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് ഏറ്റവും സ്വതസിദ്ധമായ സ്വാതന്ത്ര്യമായ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ അവസരമാകേണ്ടതിന് ഞാൻ ഈ പറഞ്ഞതായ കാര്യങ്ങളെല്ലാം സ്നാനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നവർക്ക് വ്യക്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാളെ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചിന്തിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ കടന്നു വരിക. ഇന്ന് നമുക്ക് ഇവിടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നാളെ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം.